റെഡി ആയി കഴിഞ്ഞു. കണ്ണാടിലൊക്കെ കാണാം. കൊറേ നാളുകൾക്ക് ശേഷം കേട്ടോ സാരി എടുക്കണത്. എങ്ങനെയുണ്ട് പപ്പി? മുടി എന്തായാലും അഴിച്ചു നിർന്നില്ല. മുടി ചൂടെടുത്തിട്ടല്ല, മഴ പെയ്താലും ചൂടെടുത്തിട്ട് പാടില്ല. എനിക്കാണെങ്കിൽ വിയർപ്പിന്റെ അസുഖങ്ങളാണ് ഭയങ്കര പ്രശ്നം. അപ്പൊ നമ്മളിത് മക്കള് പറഞ്ഞു സാരി എടുക്കാൻ വെച്ച് കുറെ നാളെ സാരി എടുത്തിട്ട്. അപ്പൊ നമ്മൾ നിക്കാഹിനാട്ടോ പോണത്. അപ്പൊ സാരി ഇടാം. നമ്മൾ മൈലാഞ്ചൊക്കെ സൂപ്പർ ആയിട്ടുണ്ടല്ലേ, കണ്ട കൊള്ളാവോ? കൊള്ളാല്ലേ? സാരി എങ്ങനെയുണ്ട്? സാരി പഴയതാണ്ടാ, പുതിയതൊന്നല്ല. നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കലൊക്കെ ഇപ്പൊ കുറച്ചധികം നിർത്തിച്ചൊക്കെയാണ്. കാരണം ഉള്ള ഡ്രസ്സുകൾ നമുക്ക് ഇടാൻ നേരില്ല. അപ്പൊ അത് കാരണം കുറെ നാളെ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ പാർട്ടി വെയറൊക്കെ ഇട്ട് കല്യാണത്തിനൊക്കെ പോകുക എന്നുള്ളൊരു ആ ഒരു ഇതൊക്കെ മാറ്റി നമ്മളൊരു നല്ലൊരു സിമ്പിളായിട്ടൊരു എന്താ പറയുക ഒരു പ്ലെയിൻ സാരിയൊക്കെ എടുത്തിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കേട്ടോ. നല്ല ഭംഗിയിൽ കാണാനായിട്ട്. അപ്പോൾ നമ്മളിത് തുണി സാരിയായിട്ട് ഇങ്ങനെ വാങ്ങിച്ചതല്ല, തുണി മുറിച്ച് വാങ്ങിച്ചത് 6 മീറ്റർ. അപ്പോൾ ബ്ലൗസൊക്കെ കണ്ട കൊള്ളാല്ലേ? കുറേ നാൾ തയ്ച്ചിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര ടൈറ്റായിരുന്നു. ഇപ്പോൾ തയ്ച്ചിട്ട് വണ്ണം വെച്ച് പിന്നെ. അപ്പോൾ ഇതേ അവിടെ തമ്പുരാട്ടികളൊന്ന് കാണിച്ചോ. ചിരിക്കടി കഴിഞ്ഞില്ലേടി? വെളിച്ചില്ല അവിടുത്തെ വെളിച്ചെണ്ണ ട്യൂബിന്റെ നീങ്ങിക്ക് വളെ കൊളെ തല എന്തിനൊക്കെ ഇന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഇതിനെ പാവയുടെ കൂട്ട് നടക്കുമോ? സാരി എടുത്ത് നടക്കാം. ഒരാൾക്ക് നടക്കാൻ പറ്റില്ല സാരി എടുത്തിട്ട്. എന്ത് ശരി സാരി എടുത്തിട്ട് ഇതാക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ എടുത്തേക്ക് ഡ്രസ്സൊക്കെ മടക്കി വെച്ചാ നമ്മള് എന്നിട്ട് നമ്മള് മറ്റേ റിസപ്ഷൻ ചുരിദാറിട്ട് ഇടുന്നത്. നമ്മള് അന്ന് പെരുന്നാൾ വാങ്ങിച്ചില്ല, പെരുന്നാൾ വാങ്ങിച്ച് ചുരിദാർ ഇടുന്നേട്ടാ. അതൊക്കെ കാണാതൊക്കെ. അപ്പൊ ഞങ്ങൾ പോയിട്ട് ഞങ്ങളെ അപ്പൊ നമ്മള് നെജുമന്റെ കല്യാണത്തിന് പോവാണ്. അപ്പൊ നിക്കാഹ് രാവിലെ ഇപ്പൊ നമ്മൾ 11:15. അപ്പൊ സുനീറിന്റെ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. സുനീർ ഇപ്പൊ വരും, അവന്റെ കാരണം പോണത്. റിസപ്ഷൻ കഴിഞ്ഞിട്ട് വരുള്ളൂ. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ കല്യാണത്തിന് ഞങ്ങൾ വിളിക്കണം കേട്ടാ. പറയണേ ഞങ്ങൾ വിളിക്കണം. പ്രത്യേകിച്ച് ഞങ്ങളെല്ലാവരും ഞങ്ങളിങ്ങനെ ഇതുപോലൊക്കെ വന്ന് അതവര് പിന്നെ തന്നെയല്ല. അപ്പൊ ടാറ്റ ബൈ ബൈ. ടാറ്റ പറയും. ടാറ്റ പപ്പി ടാറ്റ അറിയില്ലേ?